ചക്ക പറിക്കാനുള്ള തോട്ടി കിട്ടും. ഈ ഓല മരത്തിന്റെ അടുത്ത് ചക്കമരം നിൽക്കുന്നത് ചക്കപ്പര ഓലമരത്തേക്ക് കേട്ടാ, അല്ലെങ്കിൽ ഇതിനെ മാത്രം ഇങ്ങനെ എടുക്കണം. ചക്ക മുകളിൽ നിൽപ്പുണ്ട്. വലുതാണ് പറിക്കേണ്ടത്. കിട്ടിയാ പിടുത്ത ഞെടുപ്പേല വെടുപ്പേല. വളഞ്ഞാണോ കറ? മറ്റേത് രണ്ട് വളഞ്ഞാണോ? അടുത്ത ചക്ക ഒന്നവിടെ അവിടെ. അങ്ങനെ 3 ചക്ക ഒറ്റയടിക്ക് കിട്ടി. വിളഞ്ഞാണോ? വിളഞ്ഞാമേ വിളഞ്ഞ. ഒരു ചുളതാ വാശിക്കോട് ചക്കക്കാരിക്ക് ഒരു പീസ് കൊടു. കയ്യിൽ പിന്നെ കറയില്ലേ? ചക്കച്ചോളം കോച്ചക്ക, പക്ഷെ വറക്കാന്നല്ല. ഇങ്ങനെ ചവിണിയെല്ലാം എടുത്ത് കളയും. എന്നിട്ട് ഒരു കത്തി വെച്ചിട്ട് പിന്നെ മേളത്തെ മോടം ഉണ്ടല്ലോ അതും കളയും. എന്നിട്ടിങ്ങനെ കീറണം. രണ്ടായിട്ടിങ്ങനെ പൊളിക്കും. എന്നിട്ട് പാട തനിയെ ചക്കക്കുരു തനിയെ. ചക്ക എടുത്താൽ മൊത്തം ചക്ക കൊണ്ടുള്ള അഭിഷേകം. ചക്കക്കുരു തോരൻ, ചക്കക്കുരു മെഴുക്കുവരട്ടി, എന്ത് വേണേലും വെക്കാം. പാടത്തോരൻ, ചവിണി വരെ തോരൻ വെക്കും. ചക്ക എരിശ്ശേരി കൂടുതൽ ഇങ്ങനെ ഇത് വറക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ വറക്കാനുള്ള ചക്കയെല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ അരിയണം. അതാണ് അടുത്ത ജോലി. കട്ടിയുള്ള ഭാഗം കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞു. ഒരുപാട് കനം കുറയ്ക്കത്തില്ല, ഇങ്ങനെ രണ്ടായിട്ട്. ചക്കച്ചോള ഏറ്റവും നല്ലതാണ്, ഏറ്റവും ഗുണമുള്ളതാണ്. അറിയാം. നമ്മുടെ വീട്ടിലെ പപ്പായ അങ്ങനെ ഉണ്ട് കേട്ടോ. നല്ല വെളുപ്പില്ല.
വറക്കാനുള്ള ചക്ക ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ അടുത്ത് നമുക്ക് വറക്കണം. അപ്പോൾ ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ചക്കച്ചോളയെല്ലാം അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് നീരാണ് ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഗോൾഡൻ കളറായിട്ടുള്ള ചക്ക ഉപ്പേരി റെഡിയായി.